السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. وعن عبد الله بن مسعود رضي الله عنه قال رسول الله صلى الله عليه وسلم إنها ستكون بعدي أثرة وأمور تنكرونها. قالوا يا رسول الله كيف تأمر من أدرك منا ذلك؟ قال تؤدون الحق الذي عليكم وتسألون الله الذي لكم. متفق عليه. ബുഖാരിയും മുസ്ലിമും ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്ത അബ്ദുല്ലാഹിബിൻ മസൂദ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ്. അബ്ദുല്ലാഹിബിൻ മസൂദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പറഞ്ഞു, ഇന്നഹാ സതകൂനു ബഅദി അസറ വ ഉമൂറുൻ തുൻകിറൂനഹ. എനിക്ക് ശേഷം അനർഹരെ തെരഞ്ഞെടുക്കലും നിങ്ങൾക്ക് അപരിചിതരായ പല സംഗതികളും ഉണ്ടാവുന്നതാണ്. അപ്പോൾ അവർ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ, കൈഫ തഅ്മുറു മൻ അദ്റക മിന്നാ ദാലിക. ആ കാലഘട്ടത്തെ ഞങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യുവാനാണ് താങ്കൾ കൽപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല പറഞ്ഞു, തുഅദ്ദൂനൽ ഹഖ്ഖല്ലദീ അലൈക്കും വതസ്അലൂനല്ലാഹല്ലദീ ലക്കും. നിങ്ങൾക്കുള്ള ബാധ്യതകൾ നിങ്ങൾ നിറവേറ്റുക, നിങ്ങൾക്ക് ലഭിക്കുവാനുള്ളത് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുക. ഇതാണ് ഹദീസിന്റെ സാരം. അബ്ദുല്ലാഹിബിൻ മസൂദ് റളിയല്ലാഹു അൻഹു ആണ് നിവേദനം ചെയ്യുന്നത്. എനിക്ക് ശേഷം അനർഹരെ തെരഞ്ഞെടുക്കലും നിങ്ങൾക്ക് അപരിചിതരായ പല സംഗതികളും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആ കാലഘട്ടത്തെ ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യണമെന്നാണ് അങ്ങക്ക് കൽപ്പിക്കാറുള്ളത്? നബി പറഞ്ഞു, നിങ്ങൾക്കുള്ള ബാധ്യതകൾ നിങ്ങൾ നിറവേറ്റുക എന്ന് പറഞ്ഞാൽ അവരെ അനുസരിക്കുകയും കേൾക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് അള്ളാഹുവോട് ചോദിക്കുക. അവർ തടഞ്ഞു വച്ചിരിക്കുന്നത് നിങ്ങളുടെ ഹക്കാണെങ്കിൽ ആ ഹക്ക് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അതിന് പരിഹാരം ലഭിക്കുകയും ചെയ്യും. ഏതാണ്ട് ഇതേ ആശയത്തിലുള്ള മറ്റൊരു ഹദീസ് അബൂ ഹുനൈദ വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നത് കാണാം. അത് ഒരിക്കൽ സലമത്ത് ബിൻ യസീദുൽ ജുഅഫി എന്ന് പറയുന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ചോദ്യമാണ്. അതിങ്ങനെയാണ്: പ്രവാചകരെ, ചില ഭരണാധികാരികൾ ഞങ്ങളെ ഭരിക്കുന്നു. ഞങ്ങളിൽ നിന്ന് അവർക്കുള്ള അവകാശങ്ങൾ അവർ ചോദിച്ചു വാങ്ങുകയും ഞങ്ങൾക്ക് അവരിൽ നിന്നുള്ള അവകാശത്തെ അവർ നിഷേധിക്കുകയും ചെയ്യുന്നു. ഈ സന്ദർഭത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞു കളഞ്ഞു അദ്ദേഹത്തിൽ നിന്ന്. വീണ്ടും ചോദ്യം ആവർത്തിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. അവരുടെ ബാധ്യത അവർക്കുണ്ട്, അവർ ആ കാര്യത്തിൽ വിചാരണ ചെയ്യപ്പെടും. നിങ്ങളുടെ ബാധ്യത നിങ്ങൾക്കുമുണ്ട്, അത് നിങ്ങൾ നിർവഹിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ ഉലുൽ അംറിനെ അനുസരിക്കുന്നതും അച്ചടക്കമുള്ള സമുദായമായി നിലകൊള്ളേണ്ടതിൻ്റെ ആവശ്യകതയും, അച്ചടക്കമില്ലാതെ വന്നാൽ അനൈക്യവും ഛിദ്രതയും ഭിന്നിപ്പും കശവിശയും ഒക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകുമെന്നൊക്കെ ഉള്ള ഒരു ഹദീസ് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിനോടനുബന്ധമായി തന്നെ ചേർത്ത് പറയാവുന്ന ഹദീസുകളാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപിടി ഹദീസുകൾ നമുക്ക് കാണാം. നേതൃത്വവും അനുയായികളും തമ്മിലുള്ള ബന്ധവും അനുയായികൾക്ക് നേതൃത്വത്തോടുള്ള ബാധ്യതയും ഒക്കെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം സഹാബത്ത് ഒരു യാത്രയിൽ ഉണ്ടായിരുന്ന സംഭവം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിലൂടെ. അതിങ്ങനെയാണ്: ഞങ്ങളൊരു യാത്രയിൽ പ്രവാചകന്റെ കൂടെ, അബ്ദുല്ലാഹിബിൻ അംറാണ് ഇത് പറയുന്നത്. ഞങ്ങളൊരു യാത്രയിൽ പ്രവാചകന്റെ കൂടെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്തിറങ്ങി. ഒരു വിഭാഗം തമ്പ് ശരിയാക്കുവാനും മറ്റൊരു വിഭാഗം അമ്പെയ്ത്ത് പരിശീലിക്കുവാനും വേറൊരു വിഭാഗം കാലികളെ തീറ്റുവാനും തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അപ്പോൾ അസ്സലാത്തു ജാമിഅ, നമസ്കാരം സംഘടിപ്പിക്കുകയാണ്, ജമാഅത്തിന്റെ സമയമായി എന്ന് നബിയുടെ വിളിയാളൻ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സമ്മേളിച്ചു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, എനിക്ക് മുമ്പുള്ള എല്ലാ നബിമാരുടെയും ബാധ്യതയായിരുന്നു തൻ്റെ സമുദായത്തിന് ഗുണകരമായ സർവ്വസംഗതികളും അവരെ അറിയിച്ചു കൊടുക്കലും തിന്മയാണെന്ന് മനസ്സിലാക്കിയതിനെ സംബന്ധിച്ച് താക്കീത് ചെയ്യലും.
എന്നാൽ നിങ്ങളുടെ സമുദായത്തിൻ്റെ ക്ഷേമം അവരിൽ ആദ്യമുള്ളവർക്ക് നിശ്ചയിക്കപ്പെട്ടു. പിൻഗാമികൾക്ക് പരീക്ഷണങ്ങളും നിങ്ങൾക്ക് പരിചയമില്ലാത്ത പല പുതിയ സമ്പ്രദായങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരും. ഒരു വിപത്ത് സമാഗതമായി ഒന്ന് മറ്റൊന്നിനെ നിസ്സാരമാക്കും. ഇതെന്നെ നശിപ്പിച്ചു കളയുമെന്ന് അല്പസമയം സത്യവിശ്വാസി പറഞ്ഞു പോകും. ശേഷം അത് അവനെ വിട്ടുമാറും. ഉടനെ മറ്റൊരു വിപത്ത് അവനെ പിടികൂടും. അപ്പോൾ ഒരു വിശ്വാസി പറയും, ഇത് ആദ്യത്തേക്കാൾ ഉഗ്രമാണ്. അതുകൊണ്ട് ആരെങ്കിലും നരകത്തിൽ നിന്ന് വിദൂരമാക്കപ്പെടുവാനും സ്വർഗത്തിൽ പ്രവേശിക്കുവാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും തനിക്ക് ലഭ്യമാവാൻ ഇഷ്ടപ്പെട്ടത് സമുദായത്തിന് ലഭ്യമാക്കുകയും ചെയ്തുകൊണ്ട് അവൻ മരിച്ചുകൊള്ളട്ടെ. ആരെങ്കിലും ആത്മാർത്ഥതയോടെ കൈയടിച്ചുകൊണ്ട് ഒരു നേതാവിനോട് അനുസരണ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് സാധ്യമാകുന്നത്ര അനുസരിച്ചു കൊള്ളട്ടെ. അദ്ദേഹത്തോട് മത്സരിച്ചുകൊണ്ട് വേറൊരാൾ പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങൾ അവനെ ഗളഹസ്ഥം ചെയ്തു കൊള്ളുവീൻ. ഇതാണ് ഹദീസിന്റെ സാരം. അത്ര ഗൗരവത്തോടു കൂടിയാണ് പറഞ്ഞത്. ഫദ്രിബൂ ഉനുക്കൽ ആഖർ, ആ മറ്റവന്റെ കഴുത്ത് വെട്ടിക്കളയുക എന്നാണ് പറഞ്ഞത്. അപ്പം നേതൃത്വത്തോടുള്ള ധിക്കാരത്തിൻ്റെ ആഴം എത്ര വലുതാണ് എന്നുള്ളത് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം മുത്തഫഖുൻ അലൈഹിയായ ഒരു ഹദീസിൽ നമുക്ക് കാണാം, എന്നെ ആരെങ്കിലും അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചു, എന്നെ ആരെങ്കിലും ധിക്കരിച്ചാൽ അവൻ അള്ളാഹുവിനെ ധിക്കരിച്ചു. ഭരണാധികാരിയെ ആരെങ്കിലും അനുസരിച്ചാൽ എന്നെ അനുസരിച്ചു, ആരെങ്കിലും ഭരണാധികാരിയെ ധിക്കരിച്ചാൽ അവൻ എന്നെ ധിക്കരിച്ചു. മറ്റൊരു ഹദീസിൽ കാണാം, ആരെങ്കിലും തൻ്റെ ഭരണാധികാരിയിൽ നിന്ന് എന്തെങ്കിലും വെറുത്താൽ അവൻ ക്ഷമ കൈക്കൊള്ളട്ടെ. ആരെങ്കിലും ഭരണാധികാരിയിൽ നിന്ന് ഒരു ചാൺ അനുസരണത്തിൽ നിന്നും പുറത്തു പോയാൽ അജ്ഞാതകാലത്തെ മരണമാണ് അവൻ മരണപ്പെടുന്നത്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. ഇങ്ങനെയുള്ള അനവധി ഹദീസുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാണാം. അപ്പോൾ ഒരു സംഘമായി, ഒരു സമൂഹമായി ജീവിക്കുന്നവർ സ്വാഭാവികമായും ഒരു ജനത, ഒരു നാട് എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ഭരണാധികാരി ഉണ്ടാവും. ഈ ഭരണാധികാരിയോട് അവർ ഏതെല്ലാം തരത്തിലുള്ള കൊള്ളരുതായ്മകൾ കാണിച്ചാലും അവരോടുള്ള ബാധ്യത എന്നുള്ള നിലയിൽ അവരോട് ഗുണകാംക്ഷയോടുകൂടി പെരുമാറുന്ന കാരണം ഇതൊക്കെയാണ്, അല്ലാതെ വേറൊന്നുമല്ല. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അത് മനസ്സിലാക്കാൻ ഭരണാധികാരികൾക്ക് കഴിയാറുമില്ല. ഏതായിരുന്നാലും ശരി, ഭരണാധികാരിയെ അനുസരിക്കൽ പ്രവാചകനെ അനുസരിക്കലാണ്. ഭരണാധികാരി എന്ന് പറയുമ്പോൾ നാട് ഭരിക്കുന്നവർ മാത്രമായിക്കൊള്ളണമെന്നില്ല. ഏതെങ്കിലും ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർക്കും ഇത് ബാധകമായ കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി. നിങ്ങൾക്കൊരു ഹബശിയായ അടിമ, അവൻ്റെ തല മുന്തിരി പോലെ ഇരിക്കുന്ന എന്ന് വെച്ചാൽ അത്രയും ഒരു അടിമയാണ് നിങ്ങൾക്ക് നേതാവായി വരുന്നതെങ്കിലും അതല്ല നിങ്ങൾ നോക്കേണ്ടത്. ആ സ്ഥാനത്തിനാണ് നിങ്ങൾ വില നൽകേണ്ടത്. അവിടെ ആര് വരുന്നു എന്നുള്ളതല്ല. കറുത്തവനാകാം, വെളുത്തവനാകാം, സൗന്ദര്യമുള്ളവനാകാം, വൈരൂപ്യമുള്ളവനാകാം, ആരായിരുന്നാലും ശരി, ധനികനാകാം, ദരിദ്രനാകാം, ആര് വന്നാലും ശരി, ആ സ്ഥാനത്തിനാണ് സ്ഥാനം. ആ സ്ഥാനത്തോടാണ് നമ്മൾ പ്രതികരിക്കേണ്ടതും നമ്മൾ അനുസരണവും അതുപോലെ തന്നെ കൂറും പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിക്കേണ്ടതും. അവരിൽ നിന്ന് വെറുപ്പുളവാക്കുന്ന കാര്യമുണ്ടായാൽ പോലും അതാണ് വേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നത് പലവരും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പം സംഘടിതമായി ജീവിക്കുക, ആ സംഘടിത ജീവിതത്തിന് നേതൃത്വം നൽകുന്ന ഒരാൾ ഉണ്ടാവുക, ആ നേതൃത്വം നൽകുന്ന ആളെ അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. എന്നാൽ അച്ചടക്കമുള്ള സമുദായമായി മാറും. ഛിദ്രതയും ഭിന്നിപ്പും ഇല്ലാതെയാകും. സ്വസ്ഥതയും സമാധാനവും കളിയാടും. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.